33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കല്ലട ബസിന്റെ ഡ്രൈവർ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി പാൽപാണ്ടിയാണ് പിടിയിലായത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്യാം, ഈ അപകടമുണ്ടായത് സിഗ്നൽ ഇടിച്ച് തെറിപ്പിച്ച് ബസ് കടന്നു പോവുകയായിരുന്നു, ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പ്രാഥമികമായി ലഭ്യമായിരുന്നു. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, പോലീസ് പറയുന്നത് നിലവിൽ ഈ അപകടശേഷം ഈ ഡ്രൈവറെ ആശുപത്രിയിൽ തിരക്കിയിരുന്നു. എന്നാൽ ഡ്രൈവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് മനസ്സിലായത്. തുടർന്നാണ് ഇയാൾ ഈ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഡ്രൈവർ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള പാൽപാണ്ടിയെ പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ ഘട്ടത്തിൽ അയാൾക്ക് നേരിയ തോതിൽ പരിക്കുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അയാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ വാഹനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 13 പേരാണ് ചികിത്സ തേടിയത്. മൊത്തം ഈ വൈറ്റ്ലയിൽ നിന്ന് വാഹനം എടുക്കുമ്പോൾ 31 പേരായിരുന്നു ഈ വാഹനത്തിൽ ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് 7:30 മണിക്കാണ് ബംഗളൂരുവിൽ നിന്ന് ഈ വാഹനം തിരിച്ചത്. തമിഴ്നാട് വഴി വരേണ്ടതാണ്, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് മൈസൂർ വഴിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ലേറ്റായിരുന്നു. ഏകദേശം 9 മണിയൊക്കെ എന്ന് പറയുമ്പോൾ കൊല്ലം കടക്കേണ്ട സമയമാണ്. ആ സമയമായിട്ടും കൊച്ചി എത്തിയിട്ടില്ല. 10:30 ഈ അപകടം ഉണ്ടായിരുന്നത്. ആ സമയത്ത് മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിഗ്നൽ സമീപം നിർത്തിയിട്ടിരുന്ന ബൈക്കുകാരനാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. അയാൾ ഏകദേശം 20 മിനിറ്റോളം ഈ വാഹനത്തിനടിയിൽ കിടക്കേണ്ടി വന്നു. ആ ക്രെയിൻ വന്ന് ഉയർത്തിയ ശേഷം മാത്രമാണ് അയാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ആ സമയം നാട്ടുകാരുൾപ്പെടെയുള്ളവരുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ നിസ്സഹായാവസ്ഥ മാത്രമായിരുന്നു. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ ഈ ചില്ലും മറ്റും പൊട്ടിച്ചാണ് പുറത്തേക്ക് ഇറക്കിയത്. നിലവിലിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ വാഹനം പരിശോധിക്കുകയുണ്ടായി. ഈ വാഹനത്തിൻ്റെ ഡാഷ് ക്യാം ഉൾപ്പെടെയുള്ളവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അമിത വേഗതയുണ്ടോ, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ടോ, ഈ വാഹനത്തിൻ്റെ ടയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളടക്കം വിശദമായി മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് തന്നെ കൈമാറും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇപ്പോൾ ഡ്രൈവർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്.